എല്ലാവർക്കും നമസ്കാരം. ശ്രീ ബെന്യാമിൻ എഴുതിയ ഏറ്റവും പുതിയ നോവലാണ് മൾബറി നീ എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയും. ഇതിനെ ഒരു നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയായിരിക്കില്ല. ഒരു ഡോക്യു ഫിക്ഷൻ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഒരു കാലത്ത് മലയാള പുസ്തക പ്രസാധന രംഗത്തെ തരംഗമായി മാറിയിരുന്ന മൾബറി ബുക്സിൻ്റെ സാരഥി ശ്രീ ഷെൽവിയുടെ ജീവിത കഥയാണ് ഇതെന്ന് വളരെ ലളിതമായി പറയാം. മൾബറി ബുക്സിൻ്റെ ആരംഭവും ഉയർച്ചയും തകർച്ചയും ശ്രീ ഷെൽവിയുടെയും സഹധർമ്മിണി ശ്രീമതി ഡെയ്സിയുടെയും പ്രണയ ജീവിതവുമൊക്കെ ഈ നോവലിൽ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ശ്രീ ടി വി കൊച്ചുബാവ, വി ആർ സുധീഷ്, ജോയ് മാത്യു തുടങ്ങി ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒട്ടനവധി സാഹിത്യകാരന്മാർ ഇതിലെ കഥാപാത്രങ്ങളായി വരുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. മൾബറി ബുക്സുമായി ബന്ധപ്പെട്ട കാറ്റലോഗും ശ്രീമതി ഡെയ്സി നടത്തിയായി ചിത്രീകരിച്ചിരിക്കുന്ന ഗ്രീസ് യാത്രയുടെ ബോർഡിംഗ് പാസുമൊക്കെ ഈ പുസ്തകത്തിൻ്റെ അനുബന്ധങ്ങളായി നൽകിയിരിക്കുന്നു എന്നുള്ളതും വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ശ്രീ ഷെൽവിയുടെയും ശ്രീമതി ഡെയ്സിയുടെയും ഇഷ്ട സാഹിത്യകാരനായ കസാൻസാക്കിസിൻ്റെ രചനകളും ജീവിതവും ഇവയോട് ഇഴചേർന്നു വരുന്നു എന്നുള്ളതും ഈ നോവലിൻ്റെ ഒരു പ്രത്യേകതയാണ്. തങ്ങളുടെ ഇഷ്ട സാഹിത്യകാരനായ കസാൻസാക്കിസിൻ്റെ ജന്മദേശമായ ഗ്രീസിലേക്ക് ഷെൽവിയുടെ മരണശേഷം ശ്രീമതി ഡെയ്സി നടത്തുന്ന ഒരു സോളോ യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഈ നോവലിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. ഗ്രീസിലെത്തുന്ന ശ്രീമതി ഡെയ്സി അവിടെ സാക്കിസിൻ്റെ ശവകുടീരവും സാക്കിസുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന സ്ഥലങ്ങളും സന്ദർശിക്കുന്നതായും സാക്കിസിൻ്റെ രചനകളും ജീവിതവും കൂടുതൽ അടുത്തറിയുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ ആ യാത്രിക താനിൽ നിന്നും ഗ്രീസിലേക്ക് താൻ യാത്ര നടത്തിയിട്ടില്ല എന്നും പുസ്തകത്തിൻ്റെ പിൻകുറിപ്പിൽ ശ്രീമതി ഡെയ്സി പറയുന്നുണ്ട്. തീർച്ചയായും പുസ്തകങ്ങളെ നെഞ്ചിലേറ്റുന്ന മലയാള വായനക്കാർക്ക് നല്ലൊരു വായനാനുഭവമാണ് മൾബറി എന്നോട് നിന്റെ സോർബയുടെ കഥ പറയൂ എന്ന ബെന്യാമിൻ്റെ നോവൽ നൽകുന്നത്. എല്ലാവർക്കും നന്ദി.